ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലെ. അങ്ങനെ ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ നന്ദുവിനെ രണ്ടും കൽപ്പിച്ച ഗോവിന്ദൻ പൂട്ടിയിടാൻ പോവുകയാണ്. ഇനി മകളെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ശരിയാവില്ല, അനിയുടെ വിവാഹം മുടങ്ങും. അതുമാത്രമല്ല, നമ്മുടെ നന്ദുവിന്റെ ജീവിതം അധോഗതിയാകും. അനന്തപുരി തറവാട്ടിലേക്ക് ചെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നന്ദുവിന്റെ ജീവിതം മാത്രമല്ല അധോഗതിയാകുന്നത്, നയനിയുടെയും നവ്യയുടെയും ഒക്കെ ജീവിതം അധോഗതിയാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ കനകദുർഗ ഗോവിന്ദനോട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് പ്രകാരം നമ്മുടെ ഗോവിന്ദൻ മകളെ പൂട്ടിയിടുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് ഇന്നത്തെ ഫുൾ വിശേഷത്തിലേക്ക് കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനീനെയും നന്ദുവിനെയും തന്നെയാണ്. അങ്ങനെ അനി തന്റെ മനസ്സ് തുറക്കുകയാണ് നന്ദുവിന് മുമ്പിൽ. നന്ദുവിനോട് പറയുന്നു, എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല, എനിക്ക് വേറെ ഒരു കാര്യവും അറിയണ്ട, അനാമികയുടെ ഒരു കോപ്പും അറിയണ്ട, എനിക്കിപ്പം സ്നേഹിക്കുന്ന പെണ്ണിനെ സ്വന്തമാക്കണം, പ്രേമിക്കുന്ന പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടി ഏതൊരാണും എന്തും ചെയ്യും. ആ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉള്ളത്. വീട്ടിൽ കുറച്ച് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകും ആദ്യം ഇതറിയുമ്പം. ആ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ മനസ്സിലെ കാര്യങ്ങളൊന്നും തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. ഞാനിത് വീട്ടിൽ അവതരിപ്പിക്കും, ഞാൻ വീട്ടിൽ ഇത് പറയും. എനിക്കൊരിക്കലും അനാമികനെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നന്ദുവിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ നന്ദു സത്യം പറഞ്ഞ മാക്സിമം പരമാവധി മാറ്റി നിർത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ നന്ദുവിന്റെ മനസ്സിനും കഴിയുന്നില്ല നമ്മുടെ അനിയനെ അങ്ങോട്ട് പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ആ ഒരു ഭാഗത്ത് കാണുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ അനാമിക ഇവരുടെ പുറകെ വന്നു. അനാമിക കണ്ടുപിടിച്ചു, ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടുപിടിച്ചു. ഇതും കൂടെ അനാമിക കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അനാമികയുടെ സമനില തന്നെ തെറ്റി. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, തന്റെ ഭർത്താവാകാൻ പോകുന്നതാണ് അനി. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കോംപ്ലിക്കേഷൻ തന്നെ ആകും. കല്യാണം കഴിഞ്ഞും ഇവിടെ സംഭവിക്കാൻ പോകുന്ന എന്താ, ഇങ്ങനെ ഈ ഒരു പേര് പറഞ്ഞ് വഴക്കാകും. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണത്തിന് മുമ്പ് തന്നെ ഇത് എല്ലാവരോടും പറഞ്ഞ് ഇതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാം എന്ന് കരുതിയാണ് അനാമിക നേരെ അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അനാമികയ്ക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് കനകദുർഗേനെയാണ്. അങ്ങനെ കനകദുർഗേനെ കാണുന്നു. അപ്പം കനകദുർഗ പറഞ്ഞു, അയ്യോ മോളെന്താ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്. നിങ്ങളുടെ മകളോട് പറഞ്ഞില്ലേ നിങ്ങള്, എന്തിനാ വെറുതെ അനിയുടെ പുറകെ നടക്കുന്നത്, എന്റെ ജീവിതം എന്തിനാ തകർക്കുന്നത്, വിവാഹത്തിന് മുമ്പ് ഇങ്ങനെയാണെങ്കിൽ വിവാഹത്തിന് ശേഷം എങ്ങനെയായിരിക്കും, ഏത് നേരം നോക്കിയാലും അനിക്ക് ഇപ്പം നന്ദു എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഞാനും അവനും കൂടെ റെസ്റ്റോറന്റിൽ ഇരിക്കുകയായിരുന്നു, അത് വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പോഴാണ് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമായതും. എനിക്ക് അപ്പം തന്നെ തോന്നിയായിരുന്നു നന്ദുവിന്റെ പുറകെ പോയതായിരിക്കുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ പുറകെ പോയി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മനസ്സിൽ ആലോചിച്ച പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ. നന്ദുവും അതുപോലെ അനിയും കാണുന്നു, അവർ തമ്മിൽ സംസാരിക്കുന്നു. ഇത് എന്താണ് ആന്റി, ഞാൻ എത്ര തവണ പറഞ്ഞത് ആന്റിയോട്, ആന്റിയുടെ മകളെ നേരെ ചൊവ്വേ ആന്റിക്ക് നിർത്താൻ കഴിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ, ഞാനിവിടെ ഈ കാര്യങ്ങളൊക്കെ പറയാം. ഏതായാലും കല്യാണം കഴിഞ്ഞ് ഒരു വലിയൊരു അബദ്ധത്തിൽ ഞാൻ ചെന്ന് ചാടുന്നതിൽ നല്ലതാണല്ലോ. കല്യാണത്തിന് മുമ്പ് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് ഒത്തുതീർപ്പാക്കുകയും, ഇനിയിപ്പം എനിക്ക് എന്നെ വേണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്തേക്കാം, മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഇവിടെയുള്ള എല്ലാവരോടും സംസാരിച്ച് ഈ വിവാഹം വേണ്ടെന്ന് വെക്കാം. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കല്യാണക്കുറി അടിച്ചു കഴിഞ്ഞിട്ട് എനിക്കുണ്ടാകുന്ന നാണക്കേട് എന്താണെന്ന് ആന്റിക്ക് അറിയാമോ? അതല്ല, ഇനിയിപ്പോൾ ആന്റിയുടെ ഉദ്ദേശം എന്താണ്? ആന്റിയുടെ ഇളയ മകളെയും കൂടെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനാണോ ആന്റി ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, അയ്യോ ഒരിക്കലും ഇല്ല മോളെ, ഒരിക്കലും എനിക്ക് എൻ്റെ നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ആഗ്രഹമില്ല. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ 2 മക്കൾ വന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം, അത് മോൾക്കും അറിയാതിരിക്കാം. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനോ എൻ്റെ മക്കളോ ആരും വിചാരിച്ചിട്ടില്ല ഒരിക്കലും ഞങ്ങൾക്ക് അനന്തപുരി തറവാട്ടിൽ നിന്നൊരു ബന്ധം വേണ്ട ഇനി. അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എങ്കിൽ പിന്നെ എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല, ഞാനിത് ഇവിടെ ഉള്ളവരെ അറിയിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗ സമ്മതിക്കുന്നില്ല. കനകദുർഗ ദയവ് ചെയ്ത് മോളൊരു പ്രശ്നം ഉണ്ടാക്കരുത്, എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്, എനിക്കും ഭയങ്കര ആഗ്രഹം തന്നെ അനിയും അനാമികയും തമ്മിലുള്ള വിവാഹം നടക്കണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും ഈ ആ ഒരു വിവാഹത്തിനോട് തന്നെയാണ് യോജിപ്പ്, ഒരിക്കലും എനിക്ക് വിയോജിപ്പില്ല. ഇനി അവളുടെ കാര്യം ഞാൻ ഏറ്റു, ഞാൻ നോക്കിക്കോളാം അവളെ, ഒരിക്കലും നിങ്ങൾക്കിടയിൽ ഒരു കരടായിട്ട് അവൾ ഉണ്ടാവില്ല, അവള് വരില്ല, ഞാനാ വാക്ക് തരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അനാമിക ലാസ്റ്റ് സമ്മതിച്ചു. ഏതായാലും ഇനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ഈ വിവാഹം വേണ്ടാന്ന് വെക്കുമെന്ന് തന്നെയാണ് നമ്മുടെ അനാമിക പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നത്. അപ്പം ഇതെല്ലാം മാറി നിന്ന് കാണുന്നുണ്ട് നമ്മുടെ നയന. അപ്പൊ നയന ഇവര് സംസാരിക്കുന്നത് കാണുന്നു. അപ്പൊ നയന വന്ന് നമ്മുടെ കനകദുർഗയോട് ചോദിക്കുകയാണ്, എന്താണ് മോളെ, എന്താണ് മോളെ എന്നല്ല, എന്താ അമ്മേ, എന്താണ് നിങ്ങൾ തമ്മിലൊരു ഒളിച്ചുകളി, എന്താണ് പറ്റിയത്? അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇപ്പോൾ ഒളിച്ചുകളിയാണല്ലോ, എല്ലാവരും കൂടെ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ മോളെ, ഞങ്ങൾ എന്താണ് നിന്നിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നത്? ഒന്നും മറയ്ക്കാൻ ശ്രമിക്കുന്നില്ല,
മോളോട് എല്ലാ കാര്യങ്ങളും അമ്മ തുറന്നു പറയാറുള്ളതല്ലേ. ഇപ്പൊ ആ കുട്ടി വന്ന് സംസാരിച്ചത് വേറൊന്നുമല്ല, നമ്മുടെ അനിക്ക് ഏതോ ഒരു പെണ്ണുമായിട്ട് റിലേഷൻ ഉണ്ടെന്നും ആ പെണ്ണുമായിട്ട് പ്രേമത്തിലാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അത് സത്യമാണോ എന്ന് അറിയില്ലല്ലോ മോളെ. അപ്പം ആ കുട്ടി അങ്ങനെയൊക്കെയാ പറയുന്നതെന്ന് പറഞ്ഞപ്പോ അതെനിക്കും തോന്നിയിട്ടുണ്ടമ്മേ. എനിക്ക് ഒരു പെൺകുട്ടിയോട് സ്നേഹമുണ്ട്, അത് അവൻ എന്നോട് സമ്മതിച്ചിട്ടുമുണ്ട്. പക്ഷെ പെൺകുട്ടി ആരാണെന്നൊന്നും അവൻ എന്നോട് പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും ആ ഒരു വിവാഹം നടക്കാൻ പോകുന്നില്ല. എല്ലാവരുടെയും ആഗ്രഹപ്രകാരം തന്നെ ഈ വിവാഹം തന്നെ നടക്കുകയുള്ളൂ. അത് ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാന്ന് പറഞ്ഞപ്പോ നീ ഒന്നും കൂടെ മോളൊരു കാര്യം ചെയ്യും. മോളിപ്പം വേറെ ഒന്നും ചിന്തിക്കേണ്ട. അച്ഛന് കള്ളം മറയ്ക്കുന്നുണ്ടോ, അമ്മ കള്ളം മറയ്ക്കുന്നുണ്ടോ എന്നൊന്നും അല്ല മോളിപ്പം ചിന്തിക്കേണ്ടത്. ഇത് മോളുടെ കുടുംബമാണ്. ഈ കുടുംബത്തിലുള്ളവരെ മോള് സന്തോഷിപ്പിക്കുക. അങ്ങനെ ഈ കുടുംബത്തിലുള്ളവരെ സന്തോഷിപ്പിക്കുക ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ വിവാഹം നടക്കണം. ഈ വിവാഹം സ്വപ്നം കാണുന്ന 2 പേരുണ്ട്. അതും അതിലോ പ്രധാനമായിട്ടും മോളുടെ മുത്തശ്ശന് അറിയാലോ, ഒരുപാട് കടപ്പാട് നമുക്ക് ആ മനുഷ്യനോടുള്ളതാ. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ സന്തോഷം കാണണമെങ്കിൽ ഈ വിവാഹം നടക്കണം. അപ്പം മോളൊന്ന് അനിയനെ ഉപദേശിക്കാൻ പറഞ്ഞു വിടാണ്. എന്നിരുന്നാലും നമ്മുടെ നയനയ്ക്ക് ചെറിയൊരു സംശയമൊക്കെ, ഈ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല നയനയ്ക്ക്. അപ്പൊ നയനയ്ക്ക് ചെറിയ സംശയങ്ങൾ ഇങ്ങനെ രൂപപ്പെട്ടു. മനസ്സിൽ ഇങ്ങനെ സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഗോവിന്ദനെ വിളിക്കുകയാണ് കനകദുർഗ ഗോവിന്ദനെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ വീണ്ടും നമ്മുടെ മോള് പ്രശ്നം ഉണ്ടാക്കുന്ന തോന്നുന്നത്. അനിയുമായിട്ടുള്ള കൂടിക്കാഴ്ച വീണ്ടും നടത്തിയിട്ടുണ്ട്. അനാമിക ഇന്നിവിടെ വന്നു, തലനാഴിരക്കി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞോണ്ടാ മതി. ഇല്ലെങ്കിൽ ഇന്ന് നയനമോൾ എല്ലാം കണ്ടുപിടിക്കേണ്ടി വന്നേനെ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, അവളോ കാര്യമായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ ആ അനിയിൽ നിന്നും അകറ്റാൻ നോക്കണം. നമ്മൾ ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. കർശനമായിട്ടും അവളോട് പറയണമെന്ന് പറഞ്ഞു. ഏതായാലും ഈ ഒരു സമയത്താണ് നമ്മുടെ ഗോവിന്ദൻ കാണുന്നത്, തന്റെ മകൾ വീട്ടിലേക്ക് കടന്നു വരുന്നു. അപ്പം കനകദുർഗ നീ ഫോൺ വെച്ചോ, ഞാൻ അവളോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഈ സമയത്ത് നമ്മുടെ നന്ദു കയറി വരികയാണ്. അപ്പൊ നന്ദു കയറി വരുന്നു. നന്ദുവിനെ ഇതുമൊക്കെ പറഞ്ഞു ഗോവിന്ദൻ. നീ എവിടെ പോയേക്കുമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ രാകേഷ് എന്ന് പറയുന്ന എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പോയേക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പം ഗോവിന്ദൻ പറഞ്ഞു, ഈ രാജേഷ് എന്ന പേര് എനിക്ക് പുതിയ പേരിട്ടതാണോ എന്ന് ചോദിച്ചു. അപ്പൊ പെട്ടെന്നൊന്നും പറയാനില്ല. അല്ല അച്ഛനോട് ഇതാരാ പറഞ്ഞത്? ഞാൻ എങ്ങനെയും അറിയുമെന്ന് മോക്ക് അറിയാലോ മോളെ. ഈ പോക്ക് പോയിട്ടുണ്ടെ മോൾ എവിടെ ചെന്ന് അവസാനിക്കുന്നതെന്ന് മോക്ക് അറിയാമോ? ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. നിന്നോട് പറഞ്ഞിട്ടില്ല അവനെ കാണരുത് എന്ന് ആദ്യം മര്യാദയ്ക്ക് തന്നെ സംസാരിച്ചു. ഏതായാലും ആദ്യം 2 വാക്ക് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് നമ്മുടെ ഗോവിന്ദൻ നന്ദുവിനെ വിളിച്ചുകൊണ്ട് റൂമിനകത്ത് പോയിട്ട് പറഞ്ഞു, ഇനി നിന്റെ സ്ഥാനം ഇവിടെയാണ്, ഇനി നീ ഇവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് ആ റൂം അടച്ചു പൂട്ടിയിടുകയാണ്. ഏതായാലും നന്ദുവിനൊന്നും ചെയ്യാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. ഇനിയിപ്പം നന്ദുവിന് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ആ ഒരു കൂടിക്കാഴ്ച അവസാനിപ്പിച്ചേ കനകദുർഗയ്ക്കും ഗോവിന്ദനും പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ മകളുടെ ജീവിതം അത് കൈവിട്ടു പോകുമെന്ന് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ മക്കളുടെ ജീവിതം നയന, അതുപോലെ നമ്മുടെ നവ്യ, നന്ദു, ഇവര് 3 പേരും ഒരു കുടുംബത്തിൽ കയറി ചെന്നാൽ 2 പേര് ചെന്നതിന്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 3 പേരും കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഇനിയും എന്തൊക്കെ അനുഭവങ്ങളാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗോവിന്ദൻ ആ ഒരു തീരുമാനത്തിൽ എത്തുന്നത്. എന്നാലും നമ്മുടെ നയനയ്ക്ക് അടുത്ത സംശയം, നയന ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ചിന്തിച്ച് നടക്കുകയാണ്. എന്തായിരിക്കും അമ്മ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്ന ആ കാര്യം? അമ്മ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അതൊന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അനിയുടെ വിവാഹം അത് നല്ല രീതിയിൽ നടക്കുകയും ചെയ്യണം. അപ്പൊ നമ്മുടെ അനിയാണെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് ഡൈനിങ് ടേബിളിന്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും കനകദുർഗ അവിടെ ഇങ്ങനെ തൂത്തുപറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കനകദുർഗ പറഞ്ഞു, മോനെ എനിക്ക് മോനോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് ചോദിച്ചപ്പോ എന്താ ആന്റിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ. അത് പിന്നെ മോന് നന്ദുവിനെ ഇനി കാണരുത്. മോൻ എന്തിനാ നന്ദുവിനെ എപ്പോഴും കാണുന്നത്? ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ 2ന്റെയും ബന്ധം ഈ വീട്ടിൽ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നൊന്ന് ഞെട്ടിയിട്ടോ നമ്മുടെ ആരാണ് അനി ഞെട്ടിയിട്ട് പറഞ്ഞു, എന്താ ആന്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല ഞാൻ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ നിന്നോട് സംസാരിക്കുന്നത് മോനെ? നീ കാണിച്ചു കൂട്ടുന്നതെല്ലാം എന്താണെന്ന് നിനക്ക് ബോധമുണ്ടോ? ഇവിടെയുള്ളവരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു നല്ല മരുമകളെയാണ്. അതിന് എൻ്റെ 2 മക്കൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും അവര് എല്ലാവരും കൂടെ എൻ്റെ മക്കളെ നല്ല മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല. അപ്പൊ എല്ലാവരുടെയും ആഗ്രഹം ഇവിടെ നല്ലൊരു മരുമകൾ കയറി വരണമെന്നാണ്. അതിന് ഏറ്റവും അർഹതയുള്ളത് അനാമിക തന്നെയാണ്. ആ സ്ഥാനത്ത് ഒരിക്കലും നന്ദുവിനെ കൊണ്ടുവരാൻ പാടില്ല നീ. അങ്ങനെ എല്ലാവരെയും ധിക്കരിച്ച് നന്ദുവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിനക്കും നന്ദുവിനും ഒരു സമാധാനം ഉണ്ടാവുമോ? അതുമല്ല ഈ വീട്ടിലുള്ളവർക്ക് സമാധാനം കിട്ടുമോ? അതൊക്കെ പോട്ടെ, നിന്റെ ഏട്ടത്തിമാരായ 2 പേരുണ്ട് ഇവിടെ, നയനയും നവ്യയും. അവര് ഒത്തിരി അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ. അതിന്റെ കൂടെ ഇനിയിപ്പം ഈ ഒരു സംഭവം കൂടെ നടന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ആലോചിച്ച് നിന്നെ കുടുക്കിയതാണെന്ന് ഇവിടെ ഉള്ളവരൊക്കെ പറയും. ലാസ്റ്റ് ഇതെല്ലാം ഞങ്ങളുടെ തലയിൽ വന്ന് അവസാനിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാ,
ഒരിക്കലും മോൻ ഇങ്ങനെയൊന്നും ചെയ്യരുത്. മോൻ ഇതിൽ നിന്ന് പിന്മാറണം. മോൻ അനാമികനെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. മോൻ ആ ലെവലിൽ ചിന്തിക്കാൻ നോക്ക്. ഇനി നന്ദുവിന്റെ പുറകെ നടന്നാൽ ശരിയാവില്ല. നന്ദുവിനെ ഗോവിന്ദേട്ടൻ പൂട്ടിയിട്ടിരിക്കുക. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചത് മോനും കൂടെയാ. അത് മോൻ ചിന്തിക്കണം. എനിക്ക് ഒന്നും മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നിനും ഇനി പോകരുത്. അനാമികയ്ക്ക് നിന്നെ ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് അനാമിക നീ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. നിന്നെ സ്നേഹിക്കുന്ന പെണ്ണിനെ നീ സ്നേഹിക്ക്. നിന്നെ നന്ദു സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ, അതിനി മോൻ അറിയേണ്ട കാര്യമില്ല. ഏതൊരു ചെക്കനും വിവാഹം ആലോചിച്ച് കഴിഞ്ഞാൽ ആ പെണ്ണിനെയാണ് സ്വന്തം പെണ്ണായിട്ട് കാണുകയും മനസ്സിൽ കൊണ്ടു നടക്കുകയും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകുകയൊക്കെ ചെയ്യേണ്ടത്. അല്ലാതെ അവളെ ഉപേക്ഷിച്ചിട്ട് പിന്നെ നന്ദുവിന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ അവളുടെ മനസ്സ് എന്തുമാത്രം തകരും. അത് മോൻ എന്താ മനസ്സിലാകാത്തത്? അനാമികയ്ക്ക് മോളോട് അത്രയ്ക്ക് സ്നേഹമുണ്ട്. അനാമികനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ജീവിതം തന്നെ ആയിരിക്കും കിട്ടുന്നത്. നിനക്ക് മാത്രമല്ല ഈ കുടുംബത്തിലുള്ളവർക്കും സമാധാനമാവില്ലേ മോൻ? അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനീനി ഇങ്ങനെ കുറെ ഉപദേശിക്കുകയാണ്. എവിടെ നിന്ന് ഈ പ്രേമിച്ച് നടക്കുമ്പോൾ എത്ര ഉപദേശിച്ചെന്ന് പറഞ്ഞാലും ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുകയേ ഉള്ളൂ. നമ്മുടെ നന്ദുവും കേൾക്കാൻ പോകുന്നില്ല, അതുപോലെ തന്നെ അനിയും കേൾക്കാൻ പോകുന്നില്ല. നന്ദുവിന് പക്ഷേ കേൾക്കണമെന്നുണ്ട്, പക്ഷെ നന്ദുവിന്റെ മനസ്സ് സമ്മതിക്കുന്നില്ലെന്നാണ് നന്ദു പറയുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക, വൈകിട്ടും കാണുക. അതുപോലെ തന്നെ നമ്മളിനി പ്രമോ വിശേഷമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ പ്രമോ വിശേഷവും കാണാൻ മറക്കരുത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനി എല്ലാ ദിവസവും നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിൽ എത്തിക്കാൻ ഞാൻ പരമാവധി എത്രയും വേഗം എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും കഥ, രേവതിയുടെയും സച്ചുയുടെയും കഥ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതുവരെ നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.